റസൂലുൻ മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹ്ഹറ, അതായത് അല്ലാഹുവിങ്കൽ നിന്നുള്ള ഒരു ദൂതൻ അദ്ദേഹം പവിത്രമായ ഏടുകൾ വായിച്ചു കേൾപ്പിക്കുന്നു. ഫീഹാ കുതുബുൻ ഖയ്യിമ, ആ ഏടുകളിൽ വിലപ്പെട്ടതും പ്രബലവുമായ പ്രമാണങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. ഈ ആയത്തിൽ റസൂൽ തിരുമേനിയുടെ വ്യക്തിത്വത്തെ തന്നെ ഒരു തെളിഞ്ഞ ദൃഷ്ടാന്തമായി വിശേഷിപ്പിച്ചിരിക്കുകയാണ്. കാരണം അവിടുന്ന് പ്രവാചകത്വ ലബ്ധിക്ക് മുമ്പും അതിനുശേഷവും ഒരു നിരക്ഷരനായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ചുണ്ടുകളിലൂടെ ഖുർആൻ പോലുള്ള ഒരു വേദം അവതരിപ്പിച്ചു. അദ്ദേഹവുമായുള്ള സഹവാസത്തിന്റെയും അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളുടെയും സ്വാധീന ഫലമായി വിശ്വാസികളുടെ ജീവിതത്തിൽ അസാമാന്യമായ മാറ്റങ്ങൾ ഉളവായിരിക്കുന്നു. അദ്ദേഹം തികച്ചും ബുദ്ധിപരമായ ആദർശ വിശ്വാസങ്ങളും വിശുദ്ധമായ ആരാധനകളും ഉന്നത നിലവാരമുള്ള സ്വഭാവചര്യകളും മനുഷ്യജീവിതത്തിന് വിശിഷ്ടമായ തത്വങ്ങളും നിയമങ്ങളും ഉപദേശിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. സകലവിധ എതിർപ്പുകളെയും ശത്രുതകളെയും പരമമായ മനോദാർഢ്യത്തോടെ ഉറച്ചുനിന്ന് നേരിട്ടുകൊണ്ട് സ്വന്തം ദൌത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സംഗതികളെല്ലാം തന്നെ അദ്ദേഹം അല്ലാഹുവിന്റെ ദൂതനാണ് എന്നതിന്റെ തെളിഞ്ഞ ലക്ഷണങ്ങളാകുന്നു. സുഹുഫ് എന്നതിന്റെ ഭാഷാർത്ഥം എഴുതപ്പെട്ട ഏടുകളെന്നാണ്. എങ്കിലും വിശുദ്ധ ഖുർആൻ ഈ പദം സാങ്കേതികമായി ഉപയോഗിച്ചിട്ടുള്ളത് പ്രവാചകന്മാർക്ക് അവതരിക്കുന്ന വേദങ്ങളെ കുറിക്കാനാണ്. ഒരുവിധ അസത്യവും അബദ്ധവും ധാർമ്മിക ദൂഷ്യവും കലരാത്ത ഏടുകൾ എന്ന അർത്ഥത്തിലാണ് വിശുദ്ധമായ ഏടുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിനെ മറ്റു മതങ്ങളുടെ വേദങ്ങളുമായി താരതമ്യം ചെയ്ത് വായിച്ചു നോക്കിയാലാണ് ഈ വാക്കിന്റെ പ്രസക്തി മുഴുവനായി മനസ്സിലാവുക. അതിൽ സദ്വചനങ്ങളോടൊപ്പം സത്യത്തിനും നീതിക്കും സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്തതും ധാർമ്മിക വീക്ഷണത്തിൽ തീരെ ഹീനവുമായ പലതും രേഖപ്പെടുത്തിയതായി കാണാം. അവ വായിച്ച ശേഷം ഖുർആൻ വായിച്ചു നോക്കിയാൽ അറിയാം അത് എത്ര പവിത്രവും വിശുദ്ധവുമായ വേദമാണെന്ന്. وَمَا تَفَرَّقَ الَّذِينَ أُوتُوا الْكِتَابَ إِلَّا مِن بَعْدِ مَا جَاءَتْهُمُ الْبَيِّنَةُ, നേരത്തെ വേദം ലഭിച്ചവരിൽ ഭിന്നിപ്പുണ്ടായിട്ടുള്ളത് അവർക്ക് സന്മാർഗം സംബന്ധിച്ച സ്പഷ്ടമായ വിവരം ലഭിച്ച ശേഷം മാത്രമാകുന്നു. പൂർവികരായ വേദവിശ്വാസികൾ പലവിധ ദുർമാർഗങ്ങളിലേക്ക് വ്യതിചലിക്കാനും എണ്ണമറ്റ വിഭാഗങ്ങളായി ശിഥിലമാകാനും കാരണം അല്ലാഹു അവരെ മാർഗദർശനം ചെയ്യാൻ തെളിഞ്ഞ പ്രമാണങ്ങൾ അയച്ചു കൊടുക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തി എന്നതല്ല. അല്ലാഹുവിങ്കൽ നിന്നുള്ള മാർഗദർശനം വന്നു കിട്ടിയ ശേഷമാണ് അവർ ഈ നിലപാടുകളിലേക്ക് വ്യതിചലിച്ചത് എന്നതത്രേ യാഥാർത്ഥ്യം. അതുകൊണ്ട് അവരുടെ മാർഗഭ്രംശത്തിനുത്തരവാദികൾ അവർ തന്നെയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ സന്മാർഗസ്ഥരായിരിക്കാനുള്ള ന്യായങ്ങളെല്ലാം അവരുടെ മേൽ പൂർത്തീകരിക്കപ്പെട്ടിരുന്നു. അങ്ങനെ അവരുടെ ഏടുകൾ വിശുദ്ധങ്ങളല്ലാതായി. അവരുടെ വേദങ്ങൾ സന്മാർഗത്തിന്റെയും സത്യത്തിന്റെയും തത്വങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അല്ലാഹു ഒരു തെളിഞ്ഞ പ്രമാണമെന്ന നിലയിൽ തന്റെ ഒരു ദൂതനെ നിയോഗിച്ച് അദ്ദേഹം മുഖേന സത്യത്തിന്റെയും സന്മാർഗത്തിന്റെയും തത്വങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന വേദം അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ മേൽ വീണ്ടും ന്യായം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇനിയും അവർ പല വിഭാഗങ്ങളായി ഭിന്നിച്ചു കഴിയുകയാണെങ്കിൽ അവർ തന്നെയാണ് അതിനുത്തരവാദികൾ. അല്ലാഹുവിനെതിരെ അവർക്ക് ഒരു ന്യായവും ഉന്നയിക്കാനാവില്ല. ഇക്കാര്യം വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഉദാഹരണമായി സൂറ അൽ ബഖറ 213, 253, ആലു ഇമ്രാൻ 19, അൽ മാഇദ 44 മുതൽ 50 വരെ, യൂനുസ് 93, അശ്ശൂറ 13 മുതൽ 15 വരെ, അൽ ജാസിയ 16 മുതൽ 18 വരെയുള്ള സൂക്തങ്ങളും അവയുടെ വിശദീകരണങ്ങളും ശ്രദ്ധിക്കുക. وَمَا أُمِرُوا إِلَّا لِيَعْبُدُوا اللَّهَ مُخْلِصِينَ لَهُ الدِّينَ حُنَفَاءَ وَيُقِيمُوا الصَّلَاةَ وَيُؤْتُوا الزَّكَاةَ وَذَلِكَ دِينُ الْقَيِّمَةِ. അവരാവട്ടെ വിധേയത്വം അല്ലാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അവന് ഇബാദത്ത് ചെയ്യാനും നമസ്കാരം നിലനിർത്താനും സക്കാത്ത് നൽകാനുമല്ലാതെ കൽപ്പിക്കപ്പെട്ടിരുന്നില്ല. അതാകുന്നു ഏറ്റവും ശരിയും സാധുവുമായ ദീൻ.
വേദവിശ്വാസികൾക്ക് അവരിലാഗതരായ പ്രവാചകന്മാർ നൽകിയ മതാധ്യാപനങ്ങൾ തന്നെയാണ് ഇപ്പോൾ മുഹമ്മദ് നബി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിൽക്കാലത്ത് ഭിന്ന മതവിഭാഗങ്ങളായി പിരിഞ്ഞ് കൈക്കൊണ്ട മിഥ്യാവിശ്വാസങ്ങളിലും ദുരാചാരങ്ങളിലും പെട്ട യാതൊന്നും അദ്ദേഹം അവരോട് കൽപ്പിക്കുന്നില്ല. ശരിയും സാധുവുമായ മതം എക്കാലത്തും ഇതുമാത്രമാണ്. മനുഷ്യൻ അല്ലാഹുവിന്റെ മാത്രം അടിമയായിരിക്കുക, അവനോടുള്ള അടിമത്തത്തിൽ മറ്റ് യാതൊന്നിനോടുമുള്ള അടിമത്തം കലർത്താതിരിക്കുക, മറ്റെല്ലാറ്റിനെയും തള്ളിക്കളഞ്ഞ് ഏകനായ അല്ലാഹുവിന്റെ മാത്രം ആരാധകനും ആജ്ഞാനുവർത്തിയുമായിരിക്കുക, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് നൽകുക. കൂടുതൽ വിശദീകരണത്തിന് സൂറ അൽ ആറാഫ് 29, യൂനുസ് 104, 105, അർ-റൂം 30, അസ്-സുമർ 2, 3 എന്നീ സൂക്തങ്ങളുടെ വിശദീകരണങ്ങൾ ശ്രദ്ധിക്കുക. സൂക്തത്തിലെ ദീനുൽ ഖയ്യിമ എന്ന വാക്കിന് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ സാൻമാർഗിക സമൂഹത്തിന്റെ മതം എന്നാണ് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ്യഹ. വേദക്കാരിലും ബഹുദൈവാരാധകരിലും പെട്ട സത്യനിഷേധികളുണ്ടല്ലോ, നിശ്ചയമായും അവർ നരകാഗ്നിയിൽ ചെന്നെത്തുന്നതും അതിൽ ശാശ്വതമായി വസിക്കുന്നതുമാകുന്നു. ഇക്കൂട്ടരത്രേ സൃഷ്ടികളിലേറ്റവും നികൃഷ്ടരായവർ. ഇവിടെ കുഫർ എന്നതുകൊണ്ടുദ്ദേശ്യം മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തെ നിഷേധിക്കലാകുന്നു. താൽപര്യമിതാണ്: ഒരു പ്രവാചകന്റെ അസ്തിത്വം തന്നെ വ്യക്തമായ തെളിവും അദ്ദേഹം വായിച്ചു കേൾപ്പിക്കുന്ന ഏടുകൾ തികഞ്ഞ സത്യപ്രമാണങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടതുമാണെന്ന് കരുതുക. എങ്കിൽ ഇങ്ങനെയുള്ള പ്രവാചകന്റെ ആഗമനത്തിനു ശേഷം അദ്ദേഹത്തെ നിഷേധിക്കുന്ന വേദവാഹകരും ബഹുദൈവാരാധകരുമായ ആളുകളുടെ അന്തിമ വിധി ശാശ്വതമായ നരകാഗ്നിയാണെന്ന് അല്ലാഹു പ്രഖ്യാപിക്കുന്നു. ഇക്കൂട്ടരത്രേ സൃഷ്ടികളിലേറ്റവും നികൃഷ്ടരായവർ. ദൈവത്തിന്റെ സൃഷ്ടികളിൽ അവരെക്കാൾ നികൃഷ്ടരായ സൃഷ്ടികളില്ല. മൃഗങ്ങൾ പോലും അവരെക്കാൾ മെച്ചമാണ്. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ബുദ്ധിയോ ഇച്ഛാശക്തിയോ ഇല്ല. മനുഷ്യനാവട്ടെ ബുദ്ധിയുടെയും ഇച്ഛാശക്തിയുടെയും ഉടമയായിക്കൊണ്ടാണ് സത്യത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്നത്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ഉലൈക ഹും ഖൈറുൽ ബരിയ്യഹ. സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരോ, നിശ്ചയം അവരത്രേ സൃഷ്ടികളിലേറ്റവും ശ്രേഷ്ഠരായവർ. ദൈവസൃഷ്ടികളിൽ അത്യുത്കൃഷ്ടർ അവരാണെന്നർത്ഥം. മലക്കുകളെക്കാൾ പോലും ശ്രേഷ്ഠരും മഹനീയരുമാണവർ. കാരണം മലക്കുകൾക്ക് ധിക്കാരം അനുവർത്തിക്കാനുള്ള ഇച്ഛാസ്വാതന്ത്ര്യവും കഴിവുമില്ല. ഇവരാകട്ടെ ദൈവധിക്കാരത്തിനും പാപവൃത്തിക്കുമുള്ള ഇച്ഛാസ്വാതന്ത്ര്യവും കഴിവും ഉള്ളതോടുകൂടി തന്നെ ദൈവത്തോടുള്ള വിധേയത്വവും സദ്വൃത്തികളും തെരഞ്ഞെടുത്തവരാണ്. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു ذلك لمن خشي ربه. അവരുടെ നാഥങ്കൽ അവർക്കുള്ള കർമ്മഫലം സ്ഥിരവാസത്തിനുള്ള സ്വർഗമാകുന്നു. ആ സ്വർഗത്തിന് കീഴെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അതിലവർ എന്നെന്നും വസിക്കും. അല്ലാഹു അവരിൽ സംപ്രീതനായിരിക്കുന്നു. അവർ അല്ലാഹുവിലും സംപ്രീതരായിരിക്കുന്നു. ഇതൊക്കെയും തന്റെ നാഥനെ ഭയപ്പെട്ടവനുള്ളതത്രേ. ഈ ലോകത്ത് ദൈവത്തെക്കുറിച്ച് നിർഭയനാവാതെ, അവനെതിരിൽ ധിക്കാരവും ധാർഷ്ട്യവും അനുവർത്തിക്കാതെ, ദൈവത്തിങ്കൽ താൻ ശിക്ഷിക്കപ്പെടാൻ ഇടയാകുന്ന ഒരു ചലനവും തന്നിൽ നിന്നുണ്ടാകാതിരിക്കാൻ ഓരോ ചുവടുവെപ്പിലും ജാഗ്രത പുലർത്തിക്കൊണ്ട് ജീവിതം നയിക്കുന്നവർക്കാണ് അല്ലാഹുവിങ്കൽ ഇപ്പറഞ്ഞ പ്രതിഫലമുള്ളത്.